അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25 തിങ്കളാഴ്ച. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇന്ന് തുടങ്ങും. വഖഫ് നിയമ ഭേദഗതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പടക്കം ചർച്ചകളുടെ നാൾവഴികളിൽ തന്നെ പ്രതിഷേധമുയർത്തുന്ന 15 ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വയനാട്ടിലേതടക്കം രാജ്യത്തെ ഞെട്ടിച്ച ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ കൊണ്ടുവന്നേക്കും. പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെയുള്ള വിമർശനം ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാണക്കാട് തങ്ങളെ വിമർശിച്ചത് രാഷ്ട്രീയ വിമർശനമാണെന്നും മറ്റൊന്നുമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് സൌത്ത് CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ എല്ലാ സഹകരണവും ചെയ്തുകൊടുത്തത് കോൺഗ്രസ് ആണെന്നും അന്ന് കേരളത്തിൽ മന്ത്രിസഭയിൽ കോൺഗ്രസിന് ഒപ്പമായിരുന്നു ലീഗ് എന്നും വർഗീയതയോടെ വിട്ടുവീഴ്ച ചെയ്യുന്നതുകൊണ്ടാണ് ഈ മാറ്റമെന്നും അദ്ദേഹം വിമർശിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ക്രെഡിറ്റ് എല്ലാവർക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒരുപോലെ പ്രവർത്തിച്ചുവെന്നും KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. പ്രിയങ്ക പാർലമെന്റിൽ ആദ്യം ഉന്നയിക്കുക വയനാട് ദുരന്തമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം മഹാരാഷ്ട്രയിലെ തോൽവിയുടെ കാരണം കൂട്ടമായി പരിശോധിക്കുമെന്നും തിരിച്ചടി കോൺഗ്രസിന് മാത്രമല്ല മഹാവികാസ് അഘാഡിയിലെ എല്ലാ കക്ഷികൾക്കുമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി നിയുക്ത പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉമ്മൻചാണ്ടിയുടെ കല്ലറ വൈകാരിക അടുപ്പമുള്ള ഇടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ടേത് ജനങ്ങളുടെ വിജയമാണെന്ന് പറഞ്ഞ രാഹുൽ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ലെന്നും SDPIയെ ശക്തമായി എന്നും എതിർത്തിട്ടുള്ളത് ലീഗാണെന്നും ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം എതിരാളികൾ തോൽവി അംഗീകരിക്കണമെന്നും പാലക്കാട്ടെ ജനങ്ങളെ വർഗീയത പറഞ്ഞ് പരിഹസിക്കരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. പാലക്കാട്ടെ ജയം ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. BJPയെ കോൺഗ്രസ് നിലംപരിശാക്കിയെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനരോഷം ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചെന്നും K സുധാകരൻ പറഞ്ഞു. P സരിൻ കാണിച്ചത് വലിയ ചതിയാണെന്നും സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുൻപ് മറുപക്ഷം ചാടുന്നയാളെ വിശ്വസിക്കാനോ കൂടെ നിർത്താനോ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചേലക്കരയിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ അതൃപ്തി. പാലക്കാടിനേക്കാൾ മെച്ചപ്പെട്ട പ്രചാരണം നടത്തിയിട്ടും ചേലക്കരയിൽ തോറ്റത് സംഘടനാ ദൌർബല്യം കൊണ്ടാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് കുറ്റപ്പെടുത്തി. തോൽക്കുമെന്ന് ഉറപ്പായ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചെന്ന വിമർശനം ഉയർത്തി പ്രാദേശിക നേതാക്കളും രംഗത്തെത്തി. എന്നാൽ ചേലക്കരയിലുണ്ടായ തോൽവി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂട്ടിച്ചേർത്തു. ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് പരിശോധിക്കുമെന്ന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ. ചേലക്കരയിലെ BJP വോട്ട് വർദ്ധിച്ചത് പ്രത്യേക സാഹചര്യത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ വേർതിരിവ് നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും BJPയുടെ വോട്ട് ശതമാനം കൂടിയ സാഹചര്യം പരിശോധിക്കുമെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. സരിൻ തിളങ്ങുന്ന നക്ഷത്രമാകാൻ പോകുന്നുവെന്നും ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ P സരിനെ ഏതെങ്കിലും തരത്തിൽ തളർത്താൻ നോക്കേണ്ടെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. സരിൻ ഇഫക്ട് ഉണ്ടായില്ലെന്ന് അധിക്ഷേപിക്കുന്നത് സരിന്റെ കഴിവ് നന്നായി അറിയുന്നവരാണെന്നും സരിനെ CPM പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് നഷ്ടമായില്ലെന്നും ബാലൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പാലക്കാട് CPM നടത്തിയത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടമെന്ന് മന്ത്രി MP രാജേഷ്. പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാനായില്ലെങ്കിലും വോട്ട് കൂട്ടാനായി എന്നും കല്ലേറുകൾ കാര്യമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് കണ്ടത് SDPI ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടാണെന്നും അവരുടെ ഔദാര്യത്തിലാണ് UDF ജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് UDF ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണെന്ന് ഡോക്ടർ P സരിൻ. പള്ളികളിൽ അടക്കം ലഘുലേഖ വിതരണം ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടിയ സരിൻ പാലക്കാട് കണ്ടത് അപകടകരമായ വിജയ ഫോർമുലയാണെന്നും കൂട്ടിച്ചേർത്തു. ലീഗ് അവരുടെ നിയന്ത്രണം തന്നെ SDPIക്ക് നൽകിയെന്നും സരിൻ വിമർശിച്ചു. പരസ്യത്തിൽ തെറ്റില്ലെന്നും പത്രപരസ്യ വിവാദത്തിൽ സരിൻ പ്രതികരിച്ചു.
പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ ബിജെപി ഡീൽ ആക്ഷേപത്തിൽ മലക്കമറിഞ്ഞ് സിപിഎം. ഫലം വരും മുൻപ് വടകര പാലക്കാട് ഡീൽ ആക്ഷേപം യുഡിഎഫിനെതിരെ ഉന്നയിച്ച സിപിഎം ഫലം വന്നതോടെ അത് തൃശൂർ പാലക്കാട് ഡീൽ എന്ന് കളം മാറ്റി. പ്രചാരണത്തിൽ പിഴച്ചെന്ന വലിയ വിമർശനം ഉയരുമ്പോഴും തീരുമാനങ്ങളെല്ലാം കൂട്ടായി എടുത്തതാണെന്ന് മന്ത്രി എം.പി. രാജേഷിന്റെ വിശദീകരണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പരാജയത്തെക്കുറിച്ച് പ്രതികരിക്കാതെ മുതിർന്ന ബിജെപി നേതാവ് വി മുരളീധരൻ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ചുമതലയാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചതെന്നും പാലക്കാട്ടെ കാര്യങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കുന്നതാകും നല്ലതെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ പാലക്കാട് ബിജെപിയിൽ പൊട്ടിത്തെറി. സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് തമ്പടിച്ചതുകൊണ്ട് മാത്രം വിജയിക്കാനാകില്ലെന്ന് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചുവെന്നും സി കൃഷ്ണകുമാറിനെതിരെ എതിർപ്പ് ഉയർന്നപ്പോൾ നേതൃത്വം പരിഗണിക്കണമായിരുന്നുവെന്നും മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കണമായിരുന്നുവെന്നും സുരേന്ദ്രൻ വിമർശനമുന്നയിച്ചു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി ബിജെപി മാറിയിട്ടുണ്ടെങ്കിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താൻ ഒരു പരിധിവരെ ബിജെപിക്കായിട്ടുണ്ടെന്നും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40,000-ലധികം വോട്ടാണ് ബിജെപിക്ക് ലഭിച്ചതെന്നും അതിനടുത്ത വോട്ട് നിലനിർത്താൻ ഇക്കുറി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ബിജെപി കടിഞ്ഞാൺ ഇല്ലാത്ത കുതിരയായി മാറിയെന്നും പാർട്ടിയുടെ നിയന്ത്രണം ആർഎസ്എസ് ഏറ്റെടുക്കണമെന്നും വ്യക്തമാക്കി എൻഡിഎ വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാലക്കാട്ടെ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ബിജെപി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തിയത്. വീഴ്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും നേതാക്കൾക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും ഇത്തിൽ കണ്ണികളെ പറിച്ചെറിയണമെന്നും നേതൃതലത്തിൽ ശുദ്ധികലശം നടത്തണമെന്നും ചന്ദ്രശേഖരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെടുന്നു. പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് ഡിഎംകെ നേതാവ് കനിമൊഴി എംപി. വൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ചതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞ കനിമൊഴി പാർലമെന്റിലെ പ്രതിപക്ഷ ശബ്ദത്തിന് കരുത്തു കൂടുമെന്നും വ്യക്തമാക്കി. പ്രിയങ്കയുടെ ജയം ജനാധിപത്യത്തിന് നല്ലതാണെന്നും മഹാരാഷ്ട്രയിലെ ജനവിധി ഇന്ത്യ സഖ്യം അംഗീകരിക്കുന്നുവെന്നും കനിമൊഴി കൂട്ടിച്ചേർത്തു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സിപിഎം വിമത കൺവെൻഷൻ. ജില്ലാ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധമുയർത്തിയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി സംഘടനാ മര്യാദ പാലിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും 11 ബ്രാഞ്ച് സെക്രട്ടറിമാരും കൺവെൻഷനിൽ പങ്കെടുത്തു. കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സമ്മേളനം സമീപത്ത് നടക്കുമ്പോഴായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പാർട്ടിയിൽ വലിയ എതിർപ്പില്ലെന്ന് കണ്ടപ്പോൾ ആക്രമണത്തിന് ശക്തി കൂട്ടിയിരിക്കുകയാണെന്നും ആര് ചതിപ്രയോഗം നടത്തിയാലും സമസ്തയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നും സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഫേസ്ബുക്കിൽ കുറിച്ചു. സമസ്തയെയും സമസ്ത നേതാക്കളെയും ഇടയ്ക്കിടെ കൊട്ടുന്നത് PMA സലാമിന്റെയും KM ഷാജിയുടെയും മുഖ്യ തൊഴിലാണെന്നും അബ്ദുൽ ഹമീദ് വിമർശിച്ചു. സമസ്തയുടെ അധ്യക്ഷനെ നിരന്തരം ഇവർ വേട്ടയാടുന്നുവെന്നും സമസ്തയുടെ ആദർശത്തോട് ഇവർ കരിശമാണെന്നും അബ്ദുൽ ഹമീദ് വിമർശിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ കൂടെ നിന്ന് ബിജെപിക്കെതിരെ പ്രവർത്തിച്ചതിന് എന്തിനാണ് സിപിഎമ്മും ഗോവിന്ദൻ മാഷും അസ്വസ്ഥതപ്പെടുന്നതെന്നും ഇത് അപകടകരമായ അവസ്ഥയാണെന്നും കേരള അമീർ പി മുജീബ് റഹ്മാൻ. ഇടതുപക്ഷ പാരമ്പര്യം മതേതരമാണെന്നും എന്നാൽ കുറച്ചുകാലമായി അതിനെതിരെയുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നും സന്ദീപ് പാർട്ടി മാറിയത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു വിഷയമേ അല്ലെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു. റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇന്നു മുതൽ അപേക്ഷ നൽകാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ ഇന്ന് രാവിലെ 11 മണി മുതൽ നൽകാവുന്നതാണ്. അപേക്ഷകൾ ഡിസംബർ 10 വൈകിട്ട് 5 മണിവരെ ഓൺലൈനായി സ്വീകരിക്കും. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ വർധനവ്. നട തുറന്ന് 9 ദിവസം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 3,03,501 തീർത്ഥാടകരാണ് അധികമായി എത്തിയത്. വരുമാനത്തിൽ 13,33,79,701 രൂപയുടെ വർധനവുണ്ടായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നടന്മാർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതികൾ പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി. മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ നടി പറഞ്ഞിരുന്നു. എന്നാൽ ഈ തീരുമാനം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി നടി വീണ്ടും രംഗത്തെത്തിയത്. താൻ നേരിട്ട ആക്രമണത്തിന് നീതി വേണമെന്നും അതിനാൽ പരാതി പിൻവലിക്കില്ലെന്നും SIT നടപടികളുമായി സഹകരിക്കുമെന്നും നടി വ്യക്തമാക്കി. മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനമോടിച്ചതിന് നടൻ ഗണപതിയെ എറണാകുളം കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. നടൻ അമിത വേഗത്തിൽ സഞ്ചരിച്ച വാഹനം പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ മദ്യപിച്ചതായി കണ്ടെത്തുകയായിരുന്നു. മരണപ്പെട്ട പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. രക്തബന്ധമുള്ള ബന്ധുവിനോ പവർ ഓഫ് അറ്റോർണിയുള്ള വ്യക്തിക്കോ മാത്രമേ ആവശ്യമായ രേഖകൾ റദ്ദാക്കാനോ പേപ്പറുകളിൽ ഒപ്പിടാനോ സാധിക്കൂ എന്നതാണ് പ്രധാന നിബന്ധന. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഉത്തർപ്രദേശിലെ സാംബാലിലുണ്ടായ സംഘർഷത്തിൽ 3 പേർ മരിച്ചതായി റിപ്പോർട്ട്. കോടതി ഉത്തരവിനെ തുടർന്ന് ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്താൻ എത്തിയ അഭിഭാഷക കമ്മീഷനും പോലീസിനും നേരെ ഒരു കൂട്ടം ആളുകൾ കല്ലെറിഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത്. സംഘർഷത്തിൽ 22 പേർക്ക് പരിക്കേറ്റു. 15 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗൌതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കും US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സൌരോർജ്ജ വൈദ്യുതി കരാർ ലഭിക്കാൻ 2200 കോടി രൂപ കൈക്കൂലി നൽകിയെന്ന കേസിലാണ് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ നടപടി. രാജ്യത്തെ എല്ലാ മൊബൈൽ നെറ്റ്വർക്ക് സേവനദാതാക്കളും കവറേജ് മാപ്പ് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ. മികച്ച ടെലികോം സേവനം ഉറപ്പിക്കുന്ന നടപടികളുടെ ഭാഗമായാണ് ട്രായ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകുമെന്ന് സൂചന. മുഖ്യമന്ത്രി ആരെന്നതിനുള്ള തീരുമാനത്തിനായി മുന്നണി നേതാക്കൾ അമിത്ഷായെ കാണും. 2.5 വർഷം കൂടി തുടരാൻ ഏക്നാഥ് ഷിൻഡെ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യം. മുഖ്യമന്ത്രിയുടെയും 2 ഉപമുഖ്യമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുമെന്നാണ് വിവരം. സ്ത്രീകളെ അനാദരിച്ചതിനാലാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയ്ക്ക് ഈ വിധി ഉണ്ടായതെന്നും സ്ത്രീകളെ അനാദരിക്കുന്നവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ലെന്നും സ്ത്രീകളെ അനാദരിക്കുന്നവർ പിശാചാണെന്നും നടിയും BJP MPയുമായ കങ്കണ റണൌട്ട്. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി പരാജയപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് കങ്കണയുടെ കടന്നാക്രമണം. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ പ്രശംസിച്ച് ടെസ്ല CEO എലോൺ മസ്ക്. എങ്ങനെയാണ് ഇന്ത്യ ഒരു ദിവസം കൊണ്ട് 640 മില്യൺ വോട്ടുകൾ എണ്ണുന്നത് എന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് പങ്കുവച്ച ഉപയോക്താവിന് നൽകിയ മറുപടിയിലാണ് മസ്ക് ഇന്ത്യയെ പ്രശംസിച്ചത്. ഇന്ത്യയിൽ തട്ടിപ്പെന്നത് തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമല്ലെന്ന അടിക്കുറിപ്പും ഉപയോക്താവ് നൽകിയിരുന്നു. ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തി ഇറാന്റെ പിന്തുണയുള്ള ലെബനീസ് സായുധ സംഘം ഹിസ്ബുള്ള. 160 മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ള തൊടുത്തുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തലസ്ഥാനമായ ടെൽ അവീവ്, തെക്കൻ ഇസ്രായേലിലെ അഷ്ദോദ് നാവികത്താവളം എന്നിവിടങ്ങളിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. വോഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള ഓസ്ട്രേലിയക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വിജയപ്രതീക്ഷ. വിരാട് കോഹ്ലിയും യശസ്വി ജയ്സ്വാളും സെഞ്ചുറി നേടിയ മത്സരത്തിൽ ഇന്ത്യ ഓസീസിനെതിരെ ഉയർത്തിയ വിജയലക്ഷ്യം 534 റൺസാണ്. ജയ്സ്വാൾ 161 റൺസെടുത്ത് പുറത്തായപ്പോൾ കോഹ്ലി 100 റൺസെടുത്ത് പുറത്താകാതെയും നിന്നു. കൂറ്റൻ വിജയലക്ഷ്യവുമായി 2ാം ഇന്നിംഗ്സിനിറങ്ങിയ ഓസീസ് 3ാം ദിനം അവസാനിക്കുമ്പോൾ 12-3 എന്ന നിലയിലാണ്. IPLലെ റെക്കോർഡ് തുകയ്ക്ക് ഋഷഭ് പന്തിനെ ടീമിലെത്തിച്ച് ലക്നൌ സൂപ്പർ ജയന്റ്സ്. വാശിയേറിയ ലേലത്തിനൊടുവിൽ 27 കോടി രൂപയ്ക്കാണ് ലക്നൌ ഋഷഭ് പന്തിനെ ടീമിലെത്തിച്ചത്.
IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 26.75 കോടി രൂപയ്ക്ക് ശ്രേയസ് അയ്യരെ പഞ്ചാബ് കിങ്സിൽ എത്തിച്ചെങ്കിലും മിനിറ്റുകൾക്കുള്ളിലാണ് ഋഷഭ് പന്ത് ആ റെക്കോർഡ് തകർത്തത്. ഡൽഹി ക്യാപിറ്റൽസ് 14 കോടി രൂപയ്ക്ക് KL രാഹുലിനെ ടീമിലെത്തിച്ചപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വെങ്കടേഷ് അയ്യരെ 23.75 കോടി രൂപയ്ക്കാണ് തിരികെ ടീമിലെത്തിച്ചത്. സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിനെ 18 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി. അർഷദീപ് സിംഗിനെ 18 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് നിലനിർത്തി. പരുക്കിന്റെ പിടിയിൽ നിന്ന് തിരിച്ചെത്തിയ മുഹമ്മദ് ഷമിയെ 10 കോടി രൂപയ്ക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയത്. കഗീസോ റബാദയെ 10.75 കോടിക്കും ജോസ് ബട്ട്ലറിനെ 15.75 കോടിക്കും ഗുജറാത്ത് ടൈറ്റൻസും ടീമിലെത്തിച്ചു. കഴിഞ്ഞ സീസണിൽ 24.75 കോടി രൂപയ്ക്ക് കൊൽക്കത്ത സ്വന്തമാക്കിയ മിച്ചൽ സ്റ്റാർക്ക് ഇത്തവണ 11.75 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസിൽ എത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.